അവൻ നാളെ വന്നില്ലെങ്കിലോ, ഈ സെന്റൻസിന് എങ്ങനെ ഇംഗ്ലീഷ് പറയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അവൻ നാളെ വന്നില്ലെങ്കിലോ എന്നാണല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം, അത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് ഒരു സംതിങ് ബാഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഈ വന്നില്ലെങ്കിലോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ വാട്ട് ഇഫ് എന്നുള്ളൊരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. വാട്ട് ഇഫ്. ഓക്കെ, അപ്പോൾ അവൻ നാളെ വന്നില്ലെങ്കിലോ എന്ന് പറയാനായിട്ട് വാട്ട് ഇഫ് ഹി ഡസൻറ്റ് കം ടുമോറോ. ഇവിടെ നാളെ എന്നുള്ളത് ഒരു ടൈമാണ്, അതെപ്പോഴും സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വാട്ട് ഇഫ് ഹി ഡസൻറ്റ് കം ടുമോറോ ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ, നീ എക്സാം പാസ് ആയില്ലെങ്കിലോ. അപ്പോൾ ഇവിടെയും ഈ ഒരു സെയിം ഫോമാറ്റ് തന്നെയുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? വാട്ട് ഇഫ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് വാട്ട് ഇഫ് കഴിഞ്ഞിട്ട് ഇവിടെ സബ്ജക്റ്റ് എന്താ? നീ എന്നുള്ളതാണ് അല്ലേ. നീനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു എന്നാക്കാം. വാട്ട് ഇഫ് യു ഡോണ്ട് പാസ് ദി എക്സാം. ഇവിടെ നീ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡോണ്ട്, ഡു എന്നുള്ള ഇത് യൂസ് ചെയ്തു, ഓക്സിലറി വെർബ് യൂസ് ചെയ്തു. ഇവിടെ ഹി എന്നായതുകൊണ്ടാണ് നമ്മൾ ഡസ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നീ എക്സാം പാസ് ആയില്ലെങ്കിലോ എന്ന് പറയാനായിട്ട് വാട്ട് ഇഫ് യു ഡോണ്ട് പാസ് ദി എക്സാം. താങ്ക് യു. English Mithra. Stop worrying, start learning.